രാവിലെ ഒറ്റ ഇന്നലെയാണ് രണ്ടും വായിട്ടോ ഉറങ്ങി കിടക്കുന്ന കൊച്ചിനെ പറ്റി എനിക്കിട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ അവളുടെ ഇതിന് കിട്ടാത്ത. ഇന്നലെ കൊണ്ടുപോയത്, ഇന്നലെ ചേച്ചാത്തിന് വെച്ചു കൊടുത്തില്ലേ കൊണ്ടുപോയി. അത് തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നതായിരുന്നു, കയറി ബസ് കയറി. രാവിലെ 2 ചക്ക കിട്ട്. പക്ഷെ ഇതൊന്നും വിളഞ്ഞതല്ലെന്ന് തോന്നി. ഇതിൻ്റെ കളർ ഇങ്ങനെ നമ്മൾ നോക്കും വിളഞ്ഞതാണ്. അറിയില്ല. ഇതൊക്കെ കേട്ടാവോ? അതെ അതെ അതെ, ഞങ്ങളും അത് തന്നെയാ പറഞ്ഞേ. കാര്യമുള്ള കാര്യം ഞാനാണേ ചക്ക വേണ്ടേ, ഞാൻ ഒരെണ്ണം രാവിലെ, പക്ഷേ വിളഞ്ഞെന്ന് പറഞ്ഞത് എനിക്കറിയത്തില്ല, നോക്കിയാലെടുത്തോ വിളഞ്ഞെന്ന് തോന്നുന്നു കണ്ടിട്ട്. ആ ഇന്നെടുക്കാവോ? ഞാനത് ഇന്നലെയും പറഞ്ഞു. ആ പാടിയതേ ഉള്ളൂ. ഇനി നമ്മുടെ മറ്റേ പ്ലാവിലൊന്നും ഇല്ലേ? ആ പ്ലാവിലെല്ലാം മേളിലാ, ഒരെണ്ണം അണ്ണാൻ തിന്ന് തീർക്കുമായിരുന്നു. കൂടാലുണ്ട്, അതിന്റെ മേളില ഇടാൻ പറ്റത്തില്ല. ഒരെണ്ണം അണ്ണാൻ കൊണ്ടുപോയി കിളിയാ കൂടെ. നോക്കട്ടെ, കിട്ടുവാ കൊണ്ടുവരാ. ഓ ചെറിയൊരു ചക്ക ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് വിളഞ്ഞൊന്നും വരത്തില്ല. ഞാൻ ചെറിയൊരു വിളവ് പോലെ തോന്നിട്ട് ഇട്ട് വെച്ചേക്കുന്ന. എങ്ങനെ എടുക്കും? അവൻ വരത്തില്ലായിരിക്കും ഇനി കയറി അല്ലേ? ആണോ? ആ ചെത്തകയൻ.
ഒരു സാധനം പറയാം. നീ എന്തോ ഒരു സാധനം വാങ്ങിയത് ഇതാണ് എനിക്ക് താല്പര്യം. അതിനെ 100 രൂപ. മറ്റേ ലക്ഷ്മി വിളക്ക്, പക്ഷെ ലക്ഷ്മി വിളക്ക് അല്ലേലും ഇത് മറ്റേ ഇതാ. അടിപൊളി. എന്നാ പരിപാടി? ഹായ്, കുളിക്കാൻ പോയി. പെൺകൊച്ചു പറഞ്ഞിട്ടും ഈ തെണ്ടി അപ്പൊ ഞാൻ ഒരുപാട് ചെരുപ്പ് മേടിക്കാൻ പോയി. by people who are using this app for themselves. മാരകമായ രോഗം ആ പെൺകുട്ടിക്കുണ്ട്. അയ്യ എന്നാ കോല കാല് കണ്ടു. നിന്റെ കെട്ടാ കൊള്ളത്തില്ലാത്ത മുടി കെട്ടാ കൊള്ളാം. കെട്ടത് കൊള്ളത്തില്ല. എന്നപ്പടാ പിന്നെ നീ എപ്പോ വരുമെന്ന് ചോദിച്ചാൽ നമുക്ക് വെല്ലിച്ചമല പോകുമ്പോഴാണ് നമ്മൾ ഇനി ഒരുമിച്ച് പോകുന്നത്. മനസ്സിലായില്ലേ? മര്യാദക്ക് നല്ല കുട്ടികൾ വരെ നീ പോ. ഏത് എന്റെ കാറ്റോ? ഇത്രയൊക്കെ കാറ്റ് മതി. നല്ല ഒന്നാമത്തെ സംഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ വേറെ ഒരു നല്ല പരിവം കിട്ടിയത്. ഓ ചക്ക കൊണ്ടുപോയില്ലേ അവരെ? ഇല്ല. അത് കൊണ്ടുപോയി. ഇനി വേറെ താഴത്തെ പാല്. പാലുകാർക്കോ? ചേട്ടാ എന്നാ പറഞ്ഞേ? കഴിഞ്ഞ ദിവസം മുണ്ട് എടുത്തോണ്ട് പോയ പക്ഷെ ഉടുത്തോണ്ട് പോയപ്പോൾ ഞാൻ ആ വീഡിയോക്കകത്തില്ലെന്ന് പറഞ്ഞ ചേട്ടാ ഇങ്ങനെ കരയാതെ. ശേ, സ്വന്തമായിട്ട് ഇങ്ങനെ എടുക്കാമായിരുന്നല്ലോ. അല്ല ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കണ്ടായിരുന്നോ ആ സൗന്ദര്യം? എല്ലാം കൊള്ളാം, പക്ഷെ ചെരുപ്പില്ലാത്തത് കൊള്ളില്ല കൊള്ളില്ല കൊള്ളില്ല. എന്നാമേ ഷാമ്പു എന്തിയേ? വീട്ടിലിറങ്ങുമോ? എന്നാ എന്നാ ഇറങ്ങി വരും നടന്നു. അത് മറിച്ചിട്ട് ഓഫാക്കാം. എവിടെ എത്തി? അല്ല കൂടായിട്ട് വന്നേക്കുന്നു. വണ്ടിക്കാണോ വന്നേക്കുന്നത്? പുത്തൻ നിൽക്കുവാണോ? അങ്ങോട്ട് പോയി. ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി താഴെ റോഡിന്റെ അങ്ങോട്ട്. ഞാൻ ബസ്സിന് ബസ്സിന് വരും. സ്റ്റാൻഡിൽ നിന്ന്. സ്റ്റാൻഡിൽ നിന്ന് ചേട്ടാ ഇപ്പൊ അവള് നിക്കുന്നിടത്തുനിന്ന്. ചേട്ടാ ഇപ്പൊ അവള് നിക്കുന്നിടത്തുനിന്ന്. ആർക്ക്? ആ നീ മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. അതിന് മുമ്പ് രാവിലെ ഒരാൾ പറഞ്ഞായിരുന്നു, പേര് പറയരുതെന്ന് പറഞ്ഞ്. ആര് കളഞ്ഞു? ആ അല്ലടാ, ഇത് മറ്റേ കൊച്ചിന്റെ ബർത്ത്ഡേ എന്തോ. ശ്യാമളയുടെയോ? ചെലവ് വൈകിട്ട് 1 കിലോ ലഡുവും മേടിച്ചോണ്ടിരുന്നായിരിക്കും. ഒരു പെട്ടി. ആ ബെല്ലടിക്കുന്നുണ്ട്. ആ അതാ പറ്റിപ്പോയി. നമുക്ക് പോകാം. കേറ്. ഇല്ല എങ്ങനെയും വന്നോളൂ നിങ്ങളോ. ചുമ്മാ നമ്പർ ഇടുന്നതല്ലേ? എടുക്കുന്നില്ല. എന്റെ നമ്പർ ആയതുകൊണ്ടാണ് തോന്നുന്നു. നിങ്ങൾ വിളിച്ചു നോക്കാൻ പറ്റാതെ. വിളിച്ചിട്ടാണോ? ആര് വിളിച്ചാലും ഹാപ്പി ബർത്ത്ഡേ ടു. ഇന്നല്ല, അല്ല ഇന്നാണ്, നാളാണ്. എന്നാ ഇത് മതിയോ? തണുപ്പുണ്ടല്ലേ? തണുപ്പുണ്ടല്ലേ? ചോദിക്കും. ഞാൻ ഇപ്പൊ വരാവേ. ഓക്കെ. വിളഞ്ഞിട്ടുണ്ട്. ഏറ്റാറ്. ഓക്കെ. ഇവിടെ ജയ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നീയല്ലേ പറഞ്ഞു കൊടുത്തേ?
കയറിപ്പോക്കോ, പക്ഷെ വയറും കൂടെ ഇങ്ങനെ എടുക്കേ. ഞാൻ നില കൂടെ പോക്കട്ടെ. അപ്പോൾ ഞങ്ങൾ പോയി അടിച്ചു പൊളിച്ചിട്ടാവേ. നിങ്ങൾ എപ്പോഴാണ് വരുന്നേ? നിങ്ങൾ വന്നാൽ പിന്നെ ബംഗ്ലാവില്ലേ? അതിപ്പോൾ സ്കൂളാന്ന് പറഞ്ഞു. സ്കൂളാണേലും ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇത് ബംഗ്ലാവായിരുന്നു പുള്ളിയുടെ. അങ്ങോട്ട് വരും. അല്ലടാ, ഞാൻ പറയാതല്ല, വരുന്ന വഴിക്ക് ആ ബംഗ്ലാവ് അടിച്ചതായിരുന്നു പുള്ളിയുടെ. ബംഗ്ലാവും കൂടെ ഒന്ന് അത് കാണിച്ചു. സ്കൂളാണ്, അവിടെ പോയി അങ്ങനെ എടുക്കുന്നത് ഒന്നുമില്ലല്ലോ, നല്ല കാര്യം. കിട്ടിയില്ല. അവിടെ ചെന്നിട്ട് ഓക്കെ. അപ്പോൾ ശരി, അവിടെ വെച്ച് കാണാം. ഓക്കെ, നമുക്ക് കഥയൊക്കെ പറഞ്ഞു പോവാം. ഹെൽമെറ്റ് അവിടെ വരെ കുഴപ്പമില്ല. ഹെൽമെറ്റ് ഇല്ലായിരിക്കും. അവിടെ ബൈപ്പാസ് വഴി ബൈപ്പാസ് വഴി പോകും. ഓക്കെ, ഇതെടുത്തിട്ടില്ല സൈഡ്. കാല് വെക്കുന്നുണ്ട്. പുറത്തുണ്ടല്ലോ. ഓക്കെ ഓക്കെ. നീ എവിടെ പോവാ? ഇല വീഴുന്നുണ്ടോ? നല്ല രസമല്ലേ? യെസ്. ആ, അവനെന്ത് ബിസിയാണോ? വിളിക്ക്. അടിപൊളി. അങ്ങനെ വരണ്ടേ? ഇതിനാ ഊരിയേ? എന്തായാലും വരല്ലേ പോകുന്നുള്ളൂ. ഏത്? നീ പിന്നെ നീ 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 ഉടായിപ്പല്ലേ? കൊണ്ട് തന്നു തന്നു. ആ, ഒന്ന് ഇട്ടടാ. ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിരുന്നു പൊറോട്ട. ഓപ്പാ. എങ്ങോട്ടാ പോകുന്നത്? എന്താ എവിടെ? ഞങ്ങള് സായിപ്പിന്റെ വീട്ടിൽ കയറുന്നുണ്ടോ? ആ, ജയം അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയി. അഞ്ചുകുഴി എരുമേലി. ഞാൻ വിചാരിച്ചു പഴയ വല്ല വീഡിയോ ആയിരിക്കുന്നത്. ഇട്ടോ വീഡിയോ ഇട്ടോ? ഇടാൻ പോകുന്നുണ്ട്. അപ്പോൾ പഴയ വീഡിയോ ഇട്ടേക്കുന്നത് അല്ല, 1.5K ആയിരിക്കും. ഫോട്ടോസായോ? കുറവാ. ഇപ്പം 3000 മണിക്കൂർ മതി. ആണോ? 4000 മണിക്കൂർ കുറച്ചായിരുന്നു. ആണോ? സ്നോജി എന്നാ പറഞ്ഞു ഇന്നലെ ഇത്രമാത്രം ചിരിക്കാനായിട്ട്? നിങ്ങളുടെ 2 അട്ടഹാസം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്താ കാര്യം? എൻ്റെ എന്താ കുറ്റമാ? അല്ല അത് അപ്പം ചിരി മാത്രമാണ് അയച്ചു തന്നുള്ളൂ. പിന്നെ നമ്മുടെ അവിടെ നിന്ന് അങ്ങോട്ട് കയറുമ്പോഴല്ലേ ടൗണിൽ നിന്ന് ലെഫ്റ്റ്? എന്നാ അല്ല, എനിക്ക് വഴി അറിയത്തില്ല. ഊട്ടിക്ക് വന്നത് ചാത്തമ്പലപ്പള്ളി പ്ലാപ്പള്ളിയൊക്കെ പോകുന്ന റൂട്ടാണ്. താഴങ്കൽ ഇവിടുന്ന് റൈറ്റാണ്. അത് ലെഫ്റ്റ്, ഈ ലെഫ്റ്റ്. ഇതുണ്ടോ കേൾക്കുന്നത്? ഹിൽ ടോപ്പ്
കുഴപ്പമുണ്ട്, ഇതിനകത്ത് ഗേറ്റ് അടച്ചിട്ടേക്കോ, നേരം കൊണ്ട് കയറാൻ പറ്റും. ആ ഇത് വ്യൂ പോയിന്റ് ഒന്നും കാണത്തില്ലേ ഇപ്പോൾ? നോക്കാം, ഇവിടുന്ന് കാണത്തില്ല, റബ്ബറായതുകൊണ്ട് കയറാൻ പറ്റത്തില്ലേ? കയറാൻ പറ്റത്തില്ല, അവർ അടച്ചിട്ടേക്കോ. ഇരിക്കുന്ന മുള്ളുണ്ട്. ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് അകത്ത് കിടക്കാൻ പറ്റാത്തത്. പക്ഷെ അരുൺചേട്ടൻ മതിൽ ചാടി അകത്ത് കയറിയതാണ്. കുറച്ച് പുള്ളിയുടെ കഥയൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നാൽ ഈ ഒരു പ്രദേശം ഫുള്ള് കാണാൻ പറ്റും. ഏന്തിയാറ്, നേരെ ഓപ്പോസിറ്റ് കാണുന്ന മല വാഗമണ്ണ്, ഉറുമ്പിക്കര, താഴത്തെ ടൗണ് ഏന്തിയാറ്, തേമ്പുഴ. അതിനു മുമ്പ് ഇപ്പോൾ വന്നതാണോ? നമ്മളിനി പോകുന്ന ഏന്തിയാറിലോട്ടാണ്. ഊട്ടിക്കാണ് ഇപ്പോൾ കയറി വന്നത്. താഴോട്ട് മേളിലോട്ട് പോകുന്ന മുതുകുവര. എടുക്കാവേ. മേളിലോട്ട് പോകുന്ന മുതുകുവരയും പ്ലാപ്പള്ളി, ചാത്തമ്പലാപ്പള്ളിയൊക്കെ. ഇതിപ്പം ഏന്തിയാർ റോഡ്. ഈ കാണുന്ന നേരെ വാഗമണ്ണ് കണ്ടോ, വാഗമണ്ണ് ടവർ കണ്ടോ, ഉറുമ്പിക്കര. ആ കാണുന്ന തങ്ങൾ അങ്ങോട്ട് നമുക്ക് വഴിയുണ്ട് ഇവിടുന്ന്. ആ വഴിയാണ് പണിതിട്ട് ശരിയാകാതെ കിടക്കുന്നത്. ഇപ്പം ബൈക്കൊക്കെ പോകും, കറക്റ്റ് എങ്ങനെയുണ്ട് വഴിയെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ നാടെന്ന് വെച്ചാൽ അടിപൊളി സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഉറുമ്പിക്കരയാണ്. ഇവിടെ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു കേട്ടോ പണ്ടേ, റബ്ബറിൻ്റെ. അതെല്ലാം പൊളിച്ചിപ്പം ഇന്നൊരു പള്ളി. ടൗണാണോ പള്ളി? ഇത് ടൗണ് ഇവിടെ തൊട്ട് അങ്ങോട്ടാ. നേരെ 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 പിന്നെ ചെറിയ പരിപാടിയല്ലേ ഉള്ളായിരുന്നു. പുറന്തനാൾ വാഴ്ത്തുക്കൾ.
ആര് ആരാ ഓടുന്നേ? അക്കു വീഡിയോ ആണ് ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മറ്റേ സാധനം. പറഞ്ഞിരുവാ ഇത് അകത്തുനിന്ന് ഓടിക്കണേ. പപ്പാടെ നാട് ഇത് നാളാന്ന് തോന്നുന്നു. അല്ലേ അല്ലേ അമ്മ ഇപ്പം ആദ്യം 2 വർഷം ഞാൻ കഴിഞ്ഞ് ഞാനുണ്ട് 24 കോളേജിൽ ഇത് മറ്റൊരടി വണ്ടി നല്ല മേടിച്ചു തരാൻ പറയണം. സൈക്കിൾ ഇരിക്കുന്നത് എന്നെ എനിക്ക് കയറാൻ പറ്റുമോ ഇത്? എന്നിട്ടോ മേളിൽ ചാടിക്കയറുണ്ടായിരുന്നു അതില് മതില് മറ്റേ ഈ എന്തുവാ മർഫി സാഹിബിന്റെ ശബൂരിയില് അവിടെ വീടെടുക്കാൻ പോയതാണ്. കെട്ടിയൊക്കെ ഇട്ടുണ്ട്. എന്നത്തിനാണോ അക്കുന്റെ മീൻ പെട്ടെന്നൊക്കെ വീഡിയോ എടുത്തില്ലെങ്കിലേ പിന്നെ പറയും ഒന്നും ചെയ്യത്തില്ലെന്ന് പറയും. പണിയൊന്നും കൂട്ടി ആരെങ്കിലും ആര് പറഞ്ഞാലും നമുക്ക് തെളിവുണ്ടല്ലോ. പിന്നെ മുടി വെട്ടിയോ? ആ ഇറങ്ങിയിരിക്കോ? പോവാം. ഹലോ എന്നാടാ ഞാൻ തരില്ലടാ. നിനക്കെല്ലാം അറിയത്തില്ല കൊച്ചാ. കണ്ടോ കണ്ടോ പറഞ്ഞ കേട്ടോ നമ്മള് തിരിഞ്ഞ് നടക്കുവാണെന്ന്. ആ കാണുന്ന ആ മേളിൽ തകരം കണ്ടോ? ആ തകരം തിളങ്ങുന്നുണ്ടോ മേളിൽ? അതാണ് ബംഗ്ലാവ് സാഹിബിന്. നേരെ വള്ളിയാ. നേരെ പോകുന്നത് പള്ളി. ഒപ്പിച്ചു കൊടുത്താൽ മാത്രം അതിനെക്കുറിച്ച് പറയണ്ടോ? അതൊക്കെ പറഞ്ഞോ കാത്തുമല്ലോ ഉള്ള കേട്ടോ. വാഗണ്ട നേരെ ഇപ്പുറത്താ മറവിനാ കേട്ടോ. തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു. ആയില്ല. ആ ഇപ്പൊ സൂം 250. ഞാൻ പറഞ്ഞു ഓപ്പാന്ന്. അയ്യോ എത്തിയില്ലേ?
എന്നാടി കാണിക്കുന്നത്? ഇവിടെ തന്നെ പരിപാടി നിങ്ങളാണ് ഇവിടെ. ആണോ? നമുക്ക് കുഴപ്പമില്ല. അച്ഛൻ പോവായിരിക്കും. ഇത്ര പേര് പോകുമ്പോഴത്തേന് പോകും. ഇറങ്ങി ഓടിക്കോളൂ അല്ലേ? ഓടിക്കോളും. ഭയങ്കര കാശായിരുന്നു. അറിയത്തില്ല. ഞാൻ ഇവിടെ ഏതൊരു എവിടെ ഞാൻ കണ്ടായിരുന്നു. മറ്റേ കോപ്പാറയ്ക്ക് കയറി പോകുന്നതാന്ന് തോന്നുന്നു. ആ സമയത്ത് ഞാൻ വീഡിയോ കണ്ടായിരുന്നു. കാശൊക്കെ വരാൻ തുടങ്ങി തോന്നുന്നു. ഞാൻ വേണ്ടെന്ന് വല്ലതും പറയുകയാണെങ്കിൽ ഇപ്പം പറഞ്ഞോളാം. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞ കാര്യമില്ല. പിന്നെ എന്നായിരിക്കുന്നു? ആ വറക്കം ചുമ്മാ ഇറങ്ങിയ അവിടെ ഇരുന്നോ, നിങ്ങളവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ. ഞാൻ എവിടെ? മറ്റേ കപ്പലാണോ? വീഡിയോ ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്നാ പിന്നെ ഉച്ചന്ന് എടുക്കുന്നു. ഉച്ചന്ന് ചെയ്യണം. അല്ല ഇതൊക്കെ എന്താ യൂട്യൂബ് ചാനൽ ഇടാത്ത? അതല്ല ഈ വരുന്നൊക്കെ ആ ഉച്ചയാൻ വരുമെന്ന് എന്നോട് പറഞ്ഞു. മാങ്ങ അവിടെ നോട്ടോ നിനക്കെന്നാ? അല്ല അത് ചോറിന നേരത്ത് കണ്ടില്ല. മീൻകറി ഒന്നും കൂട്ടത്തില്ലല്ലേ? നോയമ്പാണ്. അല്ല ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടില്ലല്ലോ അന്വേഷിച്ചേ. അല്ല മീൻ കൂട്ടാതെ തന്നെ. അല്ല മീൻ കൂട്ടാതെ തന്നെ. അത് വലിയ കാര്യമുള്ള കേസാണ്. ഒരു ദിവസം
ചോറിനോടെ ഇവിടെ ഒന്നും ഉണ്ടാപ്പോരായിരുന്നു, പണി കൊടുക്കാറുണ്ടല്ലോ. കാതൂനെ അങ്ങനെ വെറുതെ ഇവിടെ നിന്ന് അനാഥയായിട്ട് വിടാൻ മനസ്സ് വരുന്നില്ല. അത് പറ്റത്തില്ല, ഞങ്ങൾക്ക് അങ്ങനെ പറ്റത്തില്ല. അങ്ങനെ വിടാൻ അത് പറ്റില്ല, സൗകര്യമില്ല, അത്ര തന്നെ പോകുന്നു. മാധവനോട് പറഞ്ഞേക്കാം കേട്ടോ. ഇല്ല തമാശയാണോ? നേരത്തെ ആയിപ്പോയല്ലേ? നേരത്തെ ആയിപ്പോയോ? ഫോട്ടോ അല്ലായിരുന്നു വാട്സപ്പിലേക്ക്. നമ്മളെ കൊണ്ട് ഇത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ആ സാധനോ അല്ല ആണോ? നീ പറഞ്ഞല്ലോ ചാനലൊക്കെ സെറ്റാക്കാൻ പോവാ. എന്നാ നേരത്തെ ആയി പോയല്ലോ. അത് ഞാൻ കൊണ്ട് കളഞ്ഞ്. അല്ലേ അത് ഓൾറെഡി എനിക്ക് ഉപയോഗശൂന്യമായി പോയി. ഞാൻ ടൗണിൽ ഇറങ്ങിക്കോളാം. ഏന്തേർ വരെ പോയായിരുന്നു. എന്നാ ഒന്നുമില്ല, ഇവിടെ ഇതെന്നാ ഒഴുകുക, ഇത് തിരക്കാം. ഓക്കെ ആ ഇറങ്ങിക്കോളാം.